ഞാൻ എന്താ മീൻ ഉമ്മ കൊടുക്ക? അല്ല, കടയിൽ നിന്ന് പോന്നിട്ട് എത്ര ദോശയും ചോദിച്ചു നോക്കിയതാ. ഞാൻ 1 കിലോ മത്തി എടുത്താ, വലിയ നോക്കി എടുത്തോ. അവസാനങ്ങൾ 1/2 കിലോ മത്തിയമ്മലെ വെക്കുള്ളൂ നമുക്ക് അറിയാം. വേണ്ട, ഞാൻ ദിവസം 1.5 കിലോ അയക്കോടെ വാങ്ങിയുണ്ടോ, എനിക്ക് തിപ്പിടിയാവോ? ഞമ്മള് തോറ്റ് മമ്മതുറ്റാക്ക. നിങ്ങളായാലോകാരം വന്നല്ലോ, 1/2 കിലോ മത്തി എടുക്കല്ലേ? ഇന്ന് മത്തി വേണ്ട, കഷ്ണമേ മതി. ഇപ്പൊ അങ്ങനായോ? ഇതെല്ലാം മുമ്പ് പറഞ്ഞ മത്തിയിലാണ് വിറ്റാമിൻ ഉള്ളതെന്ന്. വീട്ടിലെ ഇളയ മകളും മരുമകനും വന്നിരിക്കുന്നു. അതെന്താ മരുമകന് വിറ്റാമിൻ പറ്റൂലേ? വിറ്റാമിനേക്കാൾ ടേസ്റ്റ് കഷ്ണമീനാണ്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു നോക്കി. ഇതാ നിങ്ങളെ മത്തി. നിങ്ങളെ കഷ്ണമീനാ. വരെ അയിലുണ്ട്, മത്തിന്റെ, ബത്തലുണ്ട്, തിണ്ടുണ്ട്, സൂതുണ്ട്, ചെമ്മിയുണ്ട്, ആകോലുണ്ട്, ആയിക്കോറുണ്ട്, പുതിയാപ്പിളക്കോറുണ്ട്. വരെ. മരുമോൻ എപ്പോഴാ വന്നത്? കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ഓൻ എനിക്ക് നല്ലോണം പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഓൻ വരുമ്പോ ഈ ഇവിടെ ഉണ്ടാവൂല, ഈ ഇവിടെ ഉള്ളപ്പോ ഓൻ വരാറുമില്ല. അതെന്താ ഓനക്ക് എന്നെ പേടിയാ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഏതായാലും ഈ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഉച്ചക്ക് വീട്ടിക്ക് വാ, മരുവനൊന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മീൻ ഇത്ര വാങ്ങണ്ടില്ലായിരുന്നു. 1/2 കിലോ മത്തിയല്ലേ അമ്മതൂട്ടി, അതുമല്ല അപ്പുറം തിന്നാ എന്റെ വീട്ടിൽ ആളുണ്ടല്ലോ, പിന്നെ എന്തിനായി കണക്ക് പറയണത്? മത്തി 5 കിലോ വാങ്ങി കൊടുത്താലും കാടാമുട്ടന്റെ മാതിരി തിന്നു തീർക്കാൻ വീട്ടിൽ ആളുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ? അതും ശരിയാ. എന്നിട്ട് ഉച്ചയ്ക്ക് വരാൻ മറക്കണ്ട. ഉച്ചഭക്ഷണത്തിന് വരാൻ മറക്കേ, അതിന് ആള് വേറെ മാറി വരേണ്ടി വരും. ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഈ നടന്നോ, എനിക്ക് കുറച്ചുകൂടി സാധനം വാങ്ങാണ്ട്. മമ്മതുട്ടിയാക്ക. ഞാനിപ്പോ ഒരു പ്രശ്നത്തിലാ. എന്ത് പ്രശ്നം? പെണ്ണുങ്ങളൊന്ന് ആശുപത്രി കൊണ്ടുപോകണം. മറ്റന്നാളെ അവളെ പ്രസവത്തിന്റെ ഡേറ്റ്. അല്ല, ഓളെ ആശുപത്രി കൊണ്ടുപോകേണ്ടത് പിടിച്ചോ അതോ ഞാനോ? കൊണ്ടോണ്ടൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ എന്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല. നിങ്ങളൊരു 500 റുപ്യ കടം തരണം. എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നലെ വെള്ളം ഉണ്ടായത് ആണോ? 9 മാസം മുമ്പ് എനിക്ക് അറിയില്ല തന്നെയാ എന്റെ പെണ്ണുങ്ങൾ 10-ാം മാസം പെറുന്ന്. ഇതുവരെ എന്തെടുക്കല് ജി? ഓ പൈസ ചോദിച്ചാൽ വന്നിടിപ്പോ. ഈ ആദ്യക്ക് പെണ്ണ് കെട്ടിച്ച് കൊടുത്ത ആൾക്കാരെ ചവിട്ടണം. മമ്മൂട്ടേക്ക, എന്തൊക്കെ നിങ്ങള് വർത്താനം? മലയാളം തന്നെ. ഓരോ പ്രാവശ്യവും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഓനൊരു ചോദ്യ എന്തൊക്കെ നിങ്ങളെ വർത്താനം. ആ ചോദ്യം കേട്ടാൽ തോന്നുന്നു ഈ നാട്ടിൽ കയറി വരുന്നത് തന്നെ എന്റെ വർത്താനം അറിയാനാണെന്ന്. അല്ലാതെ ഒരു കാലിച്ചായ പോലും എന്റെ കൈ കൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഇങ്ങോട്ട് വന്നോണ്ട് എന്റെ വർത്താനം അറിയാന്. ഏതയാള് മാറിയാമാ ആന കുറച്ച് മറിയാമാ. അന്ന് സൗണ്ട് കേൾക്കാൻ വിളിച്ചതല്ലേ ഞാൻ. എന്നോട് കൊണ്ടുവരും. എന്തേ മീനാണെങ്കിൽ അവത്തിക്ക് വെച്ചാ പോരെ, മിറ്റത്ത് നിന്ന് ആർക്കണോ? കുറച്ച് പച്ചക്കറി വാങ്ങി അങ്ങാടി വെച്ച് മറന്നുപോയി. അത് നീ കൊണ്ടുവരാൻ എന്റെ വലിയപ്പ ചാലപ്പത്ത കുട്ടിരായും പോവോ? ഞാൻ തന്നെ പോണ്ടേ? അല്ല, ഉച്ചക്കുള്ള ചോറിനായിരിട്ടോ? ചോറ് വന്നിട്ട് നേരം കുറയായി. എന്താണ് അതിപ്പോൾ നഷ്ടമല്ലോ. എനിക്കൊന്ന് ഉച്ചക്ക് ഇവിടെ ചോറ് വെക്കണ്ട. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മൂസക്കോയ. അത് നന്നായി. ഇന്നെങ്കിലും പെരയുള്ളവർക്ക് പള്ളറച്ച് ചോറ് തിന്നാലോ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പള്ള ഫുള്ളാക്കണ്ട. എനിക്കുള്ള ചോറ് പാത്രത്തിൽ എടുത്ത് മൂടി വെച്ചാളാ. അന്തിക്ക് തിന്നാലോ. വൈകുന്നേരം അത്രയും അരി കുറച്ചിട്ടാ മതി. പിന്നെ മീൻ ബാക്കിയാക്കണമെന്നില്ല. മൂസക്കോയ കണ്ടമീൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടമീൻ തിന്നുമ്പോ നിങ്ങൾ തിന്നണ മത്തിന്റെ കണക്ക് പറഞ്ഞ് വെറുതെ എന്റെ നലിയും വലിയും കളയണില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നലിയും വലിയ. എന്റെ മാപ്പിള എനിക്ക് അത്ര നലിയും വലിയൊക്കെ മതി. ആയിക്കോട്ടെ, ഞാൻ തോറ്റിൽ. ഇപ്പൊ ജയിച്ചാലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ പോവാണല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്ന അങ്ങേക്ക് പോണേനൊന്നും തരക്കേടില്ല. അവിടെ ചെന്ന് കണക്ക് പറയാൻ നിൽക്കരുത്. ഓള് പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ ഓൾക്ക് തോന്നിയ പോലെ വെക്കുക തിന്നേ ചെയ്തോട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് തിന്നിട്ട് മിണ്ടാണ്ട് ഇങ്ങോട്ട് പോകാൻ മതി. ഇപ്പൊ എന്റെ വലിയ നടന്ന് ക്ലാസ് എടുക്കുക.
എന്നാ മീന്. കഞ്ഞിന്റെ വെള്ളം അവിടെ. കഞ്ഞിന്റെ വെള്ളം ഇല്ലാതിരിക്കാൻ അവിടെ തേങ്ങാച്ചോറല്ലേ വെച്ചക്കണത്. പിന്നെ എന്റെ ആങ്ങളെ വന്നിക്കണ്, അകത്ത് വന്ന് ഓനോടൊന്ന് ലോഗ്യം പറഞ്ഞാളി. അന്റെ ആങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് പണിയില്ലേ?